ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോയത് പൈനാവ് വരെയായിരുന്നു. പൈനാവിൽ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആ വ്യൂ പോയിന്റിൽ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് കടത്തി വിടത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പാതി വഴി വെച്ചിട്ട് തിരിച്ചു പോരുകയായിരുന്നു. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ചെറുതോണിയിൽ നിന്നും തൊടുപുഴ പോകുന്ന റൂട്ടിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്. 12 ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ളൊരു മനോഹരമായ ഒരു റൂട്ടും കൂടിയാണ് നമ്മുടെ ചെറുതോണി തൊടുപുഴ റൂട്ട്. അപ്പോൾ ഈ വഴിയൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ അടുത്ത് തുമ്പച്ചി മല എന്ന് പറയുന്ന ഒരു കുരിശുമലയുണ്ട്. അത് അടിപൊളിയാണ്. അവിടെയൊക്കെ നല്ല സൂപ്പർ വ്യൂ ആണ്. അതുപോലെ ഉപ്പുകുന്നും ഒക്കെ ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൈനാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഘോര വനങ്ങളാണ്. ഇടയ്ക്കൊക്കെ ഓരോ വീടും ഫോറസ്റ്റ് ഓഫീസും ഒക്കെ ഉണ്ട്. അപ്പം നല്ലൊരു വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അല്ലേ പ്രകൃതി ഭംഗി. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഓരോ യാത്രകളൊക്കെ ചെയ്യുക മനസ്സിനെയൊക്കെ ഒരു വല്ലാത്ത മാറ്റത്തിലേക്ക് ഇതുപോലുള്ള യാത്രകളിൽ എത്തിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. ഇടുക്കിയിലെ വിവിധ വ്യൂ പോയിൻറ്റുകളിലൂടെ നമ്മൾ നടത്തിയ യാത്രകളുടെ എല്ലാം വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. എല്ലാവരും അതൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ കോസ്മോസ് അണ്ണൻ ജോലിയൊക്കെ കിട്ടി ബാംഗ്ലൂർ പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് അവന് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇടുക്കിയിൽ വന്നത്. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ പൈനാവിനടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് നമ്മൾ വഴി വെച്ചറിഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ച. ഗൈസ്, നമ്മുടെ മിഥുൻ ബ്രോ അങ്ങനെ വീണ്ടും ജോലിക്ക് പോവുകയാണ് കുറേ കാലത്തിന് ശേഷം. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ള? 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരുമോ അതോ 2 മാസം കഴിഞ്ഞാൽ? ഞാൻ ബാംഗ്ലൂർ ഒരു MNC കമ്പനിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എഞ്ചിനീയർ ആയിട്ട് പോവാണ് ഗൈസ്, റോബോട്ടിക്സിനകത്ത്. സോ ഗൈസ്, ബാംഗ്ലൂരിൽ വെച്ച് അടുത്ത വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുവരെ നമ്മുടെ അനൂപ് ബ്രോയ്ക്ക് സപ്പോർട്ടീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഇടുന്നതാണ്. നമ്മൾ ചാനലിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള അതിൻ്റെ പ്ലാനിങ്ങുകളാണ് ഗൈസ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.